യേശുവിൻ്റെ നാമത്തിനും വചനത്തിനും എപ്പോഴും മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവത്തോടു കൂടി ആയിരിക്കുവാൻ നമ്മളെ കൈപിടിച്ചുയർത്തിയ ആ സർവശക്തനായ ദൈവത്തോട് ചേർന്ന് നിന്ന് ഇന്നത്തെ ദിവസം അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം എസെക്കിയേൽ ദീർഘദർശിയുടെ പുസ്തകം 32-ാം അധ്യായം 14-ാം തിരുവചനം. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ അവരുടെ ജലം തെളിമയുള്ളതാക്കും, അവരുടെ നദികൾ എണ്ണ പോലെ ഒഴുകുന്നതിന് ഞാൻ ഇടയാക്കും. സമൃദ്ധി തരുന്ന ഒരു ദൈവത്തെ എങ്ങനെയായിരിക്കും തൻ്റെ മക്കളുടെ സമൃദ്ധി ഉണ്ടാകുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഒരു ദൈവവചനമാണ് എസെക്കിയേൽ ദീർഘദർശിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. കർത്താവ് പറയുകയാണ്, നിങ്ങൾ അനുതപത്തോടെ എൻ്റെ സന്നിധിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ തടസ്സമായി നിൽക്കുന്ന, കലങ്ങി മറിഞ്ഞു കിടക്കുന്ന നിങ്ങളുടെ ജീവിതം തെളിമയുള്ളതാക്കി മാറ്റും. നമുക്കറിയാം, നമ്മൾ കുടിക്കുന്ന വെള്ളം കലങ്ങിയതാണെങ്കിൽ കുടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്, ഉപയോഗിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ എത്ര അരിച്ചാലും അത് തെളിമയുള്ളതാകത്തില്ല. എന്നാൽ കർത്താവ് പറയുകയാണ്, നിൻ്റെ ജീവിതം എത്ര കലങ്ങി മറിഞ്ഞതാണേലും, നീ ഏതെല്ലാം പ്രതിസന്ധിയിൽ കൂടിയാണ് നീ ഇപ്പോൾ കടന്നു പോകുന്നതെങ്കിലും, ഞാൻ അതിനെ തെളിമയുള്ളതാക്കി മാറ്റും. നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും എന്നിലൂടെ ഞാൻ മാറ്റിത്തരും. നിനക്ക് വറ്റി വരണ്ട നദി പോലെയാണ് നിൻ്റെ ജീവിതമെങ്കിൽ, അത് സമൃദ്ധമായിട്ട് ഒഴുകുന്ന നദി പോലെയും വില കൂടിയ എണ്ണ ഒഴുകുന്ന നദി പോലെയാക്കും. നീ അത് കോരി വിറ്റാൽ മാത്രം മതി. നീ അധ്വാനിക്കുക പോലും വേണ്ട. കോരി നിനക്ക് മറ്റുള്ളവർക്ക് കൊടുത്താൽ പോലും നിനക്ക് സമ്പത്ത് നേടാൻ സാധിക്കും, നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകാൻ സാധിക്കും. അങ്ങനെ സമൃദ്ധമായിട്ട് നിന്നെ അനുഗ്രഹിക്കും എന്ന് പറയുന്ന ഒരു വചനം നിൻ്റെ ജീവിതം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആകുമെന്ന് നമുക്ക് തരുന്ന ഒരു വചനം. ഭയത്തോടെ, ആകുലതയോടെ, ടെൻഷൻ നിറഞ്ഞ് ഈ ലോകത്തെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഏത് ദൈവമക്കളും രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക. എൻ്റെ ദൈവം എൻ്റെ ഈ കലങ്ങി മറിഞ്ഞ ജീവിതം തെളിമയുള്ളതാക്കി മാറ്റും. ഞാൻ ആ കർത്താവിൽ ആശ്രയിക്കും. യേശുക്രിസ്തു വഴി എൻ്റെ ജീവിതം അനുഗ്രഹമുള്ളതാക്കി മാറ്റും. എൻ്റെ മുന്നിലൂടെ ഒഴുകുന്ന നദി എണ്ണ നിറഞ്ഞ നദിയായി മാറും. അതേപോലെ സമൃദ്ധമായ ഒരു ജീവിതം എനിക്ക് ഇന്നു മുതൽ ലഭിക്കും. ഞാൻ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട, ആ ദൈവത്തോട് ചേർന്ന് നിന്നാൽ മാത്രം മതി. ദൈവം നിൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ നിൻ്റെ ജീവിതം അനുഗ്രഹപ്രദമാകും, സമൃദ്ധമാകും, വിജയകരമാകും എന്ന് എസെക്കിയേൽ ദീർഘദർശി വഴി കർത്താവ് പറയുകയാണ്. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ കരച്ചിൽ, ആകുലതകൾ ഇതെല്ലാം മാറ്റാം. ആ ദൈവത്തിങ്കിലേക്ക് നമുക്ക് തിരിയാം. പശ്ചാത്താപ വിവശരായി നമ്മൾ ആ ദൈവത്തെ സമീപിക്കുക. ആ ദൈവം നിങ്ങളെക്കുറിച്ച് എല്ലാം അറിയുന്ന കർത്താവാണ്. അത് മനസ്സിലാക്കുക. നിങ്ങളുടെ ഓരോ ആഗ്രഹങ്ങളും ആ ദൈവത്തിനറിയാം. നിങ്ങളുടെ ജീവിതം എത്ര കലുഷിതമായാലും കലങ്ങി മറിഞ്ഞതായാലും അത് തെളിമയുള്ളതാക്കാൻ ആ ദൈവത്തിന് സാധിക്കും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും
സമൃദ്ധമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുണ്ടാകട്ടെ. നിങ്ങൾ നശിച്ചു പോകണമെന്ന് ആരെങ്കിലും പറഞ്ഞിരിക്കുന്ന എല്ലാ ശാപവാക്കുകളും യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി അത് മേൽ വിജയം വരിച്ച് നിങ്ങളെ രക്ഷിച്ചതിന് നന്ദി പറഞ്ഞ് ആ ദൈവത്തെങ്കിലേക്ക് അടുക്കുക. ഒരു ശാപവും നിങ്ങളുടെ മേൽ വീഴില്ല. അതിന്മേൽ കർത്താവ് വിജയം വരിച്ചു എന്ന് വിശ്വസിക്കുക. നിങ്ങളുടെ സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമായിരിക്കുന്ന ശാപവാക്കുകളുടെ മേൽ ഈശോ വിജയം വരിച്ച് നിങ്ങളെ അനുഗ്രഹിച്ച് സമൃദ്ധമാക്കിയതിന്, സാമ്പത്തിക മേഖല നിങ്ങൾക്ക് ഉയർത്തിത്തന്നതിന് ദൈവത്തിന് നന്ദി പറയുക. കൃതജ്ഞതയോടെ ആയിരിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതം തെളിമയുള്ള ജലം പോലെയാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.